ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് CA ഇന്റർ മെയ് 2025 എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് മെയിൻ ആയിട്ട് സഫർ ചെയ്യുന്ന പ്രശ്നം ഉറപ്പായിട്ടും ലോ പേപ്പർ തന്നെയാണ്. ലോ കാരണം എൻ്റെ എഗ്രിഗേറ്റ് പോയി എന്ന് പറഞ്ഞ സ്റ്റുഡൻസിന് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഈ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയൂലേ, അതിന് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് എഴുതാം, എങ്ങനെ കണ്ടെത്താം, നല്ലപോലെ പ്രസന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. സോ ദ കോൺസെപ്റ്റ് കോൾഡ് ആസ് ഹൗ ടു അറ്റൻഡ് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടി തിടുക്കം കൂട്ടാതെ വി ഹാവ് ടു ഗിവ് മോർ ടൈം ടു റീഡ് ദ ക്വസ്റ്റ്യൻ. അതായത് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിയുമ്പോൾ സംഭവം മനസ്സിലായി, ഇതാ പോകുന്നു. അങ്ങനെയല്ല. കാരണം എക്സാമിനേഷൻ നമുക്ക് 3 മണിക്കൂറാണെങ്കിൽ നമ്മളത് 1 മണിക്കൂർ പ്ലസ് നമ്മൾ ചെലവഴിക്കേണ്ടത് ഏതിനാണ്? നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ലോ പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നത്തിങ് മോർ നത്തിങ് ലെസ്, ആൻസർ ടു ദ പോയിന്റ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു ഉറപ്പ് വരുത്തി. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, അതിനെ വിട്ടേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതേപോലത്തെ ഒരു വേറെ ക്വസ്റ്റ്യൻ സെയിം മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്നത്, 5 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആദ്യമേ നിങ്ങൾ വായിച്ച് ചെയ്യുമ്പോൾ നോക്കുക സമയം കൂടുതൽ പോകുന്നുണ്ടോ, വിട്ടേരെ. കാരണം പാതി മത്സരം. കാരണം ഈ CA ഇന്റർ എക്സാമിനേഷൻ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഏത് പ്രൊഫഷണൽ എക്സാം എഴുതാമെന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പഠിക്കാതെ ആരും പോകില്ല. എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകുന്നത്. പിന്നെ എന്താണ് കാരണം? സാർ ഞാൻ ഒരുപാട് പഠിച്ചു സാർ, 10 മണിക്കൂർ ഒന്ന് പഠിച്ചു സാർ, പക്ഷേ ലോ കാരണം പോയി സാർ, ഒരു പേപ്പർ കാരണം പോയി സാർ. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ എഴുതുന്ന ആ ഒരു 3 മണിക്കൂർ സമയമുണ്ടല്ലോ, നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് പഠിച്ചത് നമ്മൾ എഴുതുന്നത് വെറും 3 മണിക്കൂർ സമയത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ നല്ലപോലെ സമയം ചെലവഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം വെറുതെ വേസ്റ്റ് ആകും. സോ ദാറ്റ്സ് വൈ ഐ എം സേയിങ് യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ വെരി കെയർഫുള്ളി. അപ്പോൾ എന്താണ് വായിക്കേണ്ടതെന്ന് മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. സോ യു ഹാവ് ടു ഗിവ് മോർ ടൈം ടു റീഡ് ദ ക്വസ്റ്റ്യൻ, ആൻഡ് ഇഫ് യു ആർ റീഡിങ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ടു ആസ്ക്. അപ്പോൾ വായിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആസ്ക്ഡ്. എന്താണ് ശരിക്കും അവർ ചോദിച്ചിരിക്കുന്നത്, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതതിൻ്റെ അകത്ത് അവരൊരു ക്ലൂ ഉണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ലോ ഒന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല. നമുക്ക് ആക്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അതേപോലെ തന്നെ റൂൾസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ നമുക്ക് സെക്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ചില സമയത്ത് എന്താണ് കീ ടേംസ് വന്നിട്ടുണ്ടാവും. കീ ടേംസ് ഇതൊക്കെ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസിലൊക്കെ പോയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഈ കീ ടേംസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ. അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആസ്ക്ഡ്, ആക്ച്വലി വാട്ട് ഈസ് ദെയർ ഇൻറ്റൻഷൻ. അതൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മളുടെ ഒരു ഉദ്ദേശം വളരെ കൃത്യമായിട്ട് എഴുതി സാർ, പ്രശ്നമൊന്നും തന്നെ ഇല്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞത്, നത്തിങ് മോർ നത്തിങ് ലെസ്, ആൻസർ ടു ദ പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിയാം, എനിക്ക് എല്ലാം അറിയാം, കാര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടൈപ്സ് ഓഫ് കമ്പനീസിൽ ഒരു 1% കമ്പനിയെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. ഓക്കെ, മേ ബി ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം. നിങ്ങൾ യു ആർ റൈറ്റിംഗ് എൻറ്റയർലി എവറിത്തിങ് അബൌട്ട് 1% കമ്പനി. യാ, യു ആർ ഗ്രേറ്റ്, ബട്ട് ആക്ച്വലി ഹിയർ ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. So what you should write is what they are asked, what their intention. നമ്മൾ ഇന്റർപ്രിട്ടേഷൻ പഠിക്കുന്ന പോലെ വാട്ട് ഈസ് ദെയർ ഇന്റൻഷൻ ഓഫ് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. എന്താണ് അവർക്ക് വേണ്ടത്? ഫുഡ് കഴിച്ചോ, ഞാൻ രാവിലെ എണീറ്റു, പിന്നെ പല്ല് തേച്ചു. Why you should write all these things? Write answer to the point. For that purpose the first point also നമുക്ക് important തന്നെയാണ്. What is the question? What is their intention? So for that purpose we have to read once, twice, we have to read 3 times, 5 times maybe. If you have to read. Okay, so നമുക്ക് ചില കാരണം ഇപ്പം കോർപ്പറേറ്റ് ലോ ഒക്കെ ഈസി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷേ ഏത് ചാപ്റ്റർ എന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ ലേശം നമുക്ക് ബുദ്ധിമുട്ടാകും. സോ ദാറ്റ്സ് വൈ ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സോ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണോ? എന്താ സാർ ഈസി ആയിട്ട് മനസ്സിലാകൂലേ? ചില സമയത്ത് ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് വരും, കുറേ കഥകൾ പറയും, എന്നിട്ട് അവസാനം കൊണ്ടുപോയി ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം. അത് LLPയുടെ കേസിലൊക്കെ വരാറുണ്ട്. ആ ഡിഫറൻസ് ബിറ്റ്വീനിൽ രാമനും ലക്ഷ്മണനും ഉണ്ടായിരുന്നു. അവരെന്താണ് ഒരു ബിസിനസ് തുടങ്ങാൻ പോയി, അതിനുശേഷം ഒരാൾ പറഞ്ഞു നമുക്ക് LLP തുടങ്ങാം, ഒരാൾ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് തുടങ്ങാം. ഇതാണ് കഥ. ഓ, ഇങ്ങനെ സാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അവസാനം ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ LLP ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം? അപ്പോൾ that is a direct type of question. That is not an application type of question. What is the meaning of application type of question? You have to apply a question. You have to apply a question. For a simple ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ 2000 രൂപ ഫൈൻ. കറക്റ്റാ? ഇപ്പോൾ ആക്ട് പറയാം, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം ഹെൽമെറ്റ് വെക്കാതെ പോയവർക്ക് 2000 രൂപ. ദാറ്റ് ഈസ് എ നിയമം. ഓക്കെയാ?
ഇപ്പൊ ഒരു സിനാരിയോ, ഞാനും നിങ്ങളും ഹെൽമെറ്റ് വെക്കാതെ പോയി, പോലീസ് പിടിച്ചു. അപ്പൊ ഞങ്ങൾ പറയാണ് പൈസ തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ദിസ് ഈസ് ദ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എങ്ങനെ ആൻസർ എഴുതും? ഫസ്റ്റ് നമ്മൾ എഴുതും ദേ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ആക്ട് പ്രകാരം ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ 2000 രൂപ ഫൈൻ. ഓക്കെ ഡൺ, 2000 രൂപ ഫൈൻ. ഓക്കെ ആണോ? 2000 രൂപ ഫൈൻ ആണോ? പ്രശ്നമില്ല. ഇവിടെ റോബിൻ സാറും വേറൊരാളും കൂടെ എന്താണ് ബൈക്കിൽ പോവുകയായിരുന്നു, അവരെ പോലീസ് പിടിച്ചു. ഫാക്ട്സ്, കഥ കഴിഞ്ഞു. കൺക്ലൂഷൻ എന്താണ്? ഇങ്ങനെ കൊടുക്കണോ വേണ്ടിയൊന്നല്ലേ? ഇന്ന ആക്ടിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉറപ്പായിട്ട് അവർ കൊടുക്കണം. കൺക്ലൂഷൻ. So this is the structure of the answer. So you have to understand the type of question, whether it is direct type of question or application type of question, and it is very crucial. Next one, how many provisions. ഇത് കുറച്ചും കൂടെ ട്രിക്കിയാണ്, കാരണം എല്ലാ ക്വസ്റ്റ്യൻസിലും വരില്ല. എന്നാലും ചില സമയത്ത് ഒരു ക്വസ്റ്റിന് തന്നെ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒരു ക്വസ്റ്റിന് തന്നെ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്മോൾ കമ്പനിയുടെ കാര്യം പറയുന്നു. ഓക്കെ, സ്മോൾ കമ്പനിയുടെ കാര്യം പറയുന്നത് ഇപ്പോൾ അതിനൊക്കെ നല്ല എളുപ്പമായിട്ട് പറയുന്നത് ആനുവൽ റിട്ടേൺ. ഓക്കെ, ആനുവൽ റിട്ടേൺ സെക്ഷൻ എന്താ? ആനുവൽ റിട്ടേൺ സെക്ഷൻ 92. ആനുവൽ റിട്ടേൺ സെക്ഷനിൽ MGT 7 കറക്റ്റാ? MGT 7 ആണ് നോർമൽ കമ്പനീസിന്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഇന്ന ഇത്ര ഉണ്ടായിരുന്നു, അപ്പോൾ അവർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോയി, വിച്ച് ആർ ദ കണ്ടന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമ്പനീസ് MGT 7 ഫയൽ ചെയ്യുന്നു. ഇനി അതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് ഇറ്റ് ഈസ് എ 1% കമ്പനി? ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഒരു രീതി, മൾട്ടിപ്പിൾ പ്രൊവിഷൻ. അപ്പോൾ ഇവിടെ ഒരേ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ വന്നു. ഇത് ഒരു രീതി. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്താണ് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും വേറൊരു ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഫാക്ട്സും കൺക്ലൂഷനും അനാലിസിസും കാര്യങ്ങൾ പ്രൊവിഷൻസും എല്ലാം എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇത് നമുക്കൊന്ന് പ്രാക്ടിക്കലി നോക്കാം. ഇനി നമ്മൾ ഇതെല്ലാം എക്സാമിനേഷനേക്കാൾ മുമ്പ് നമ്മൾ ആ ഒരു ഹാളിൽ വന്നിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി എക്സാം എഴുതുമ്പോൾ യു ഹാവ് ടു അറേഞ്ച് യുവർ സ്ട്രക്ചർ, യുവർ ആൻസർ. സ്ട്രക്ചർ എന്നിട്ട് ഫസ്റ്റ് എന്താ നമുക്ക് നല്ല പോലെ പറയാം. നമ്മൾ എഴുതുന്നത് പ്രൊവിഷൻ നമ്മൾ എഴുതും. ഈ പ്രൊവിഷൻ എഴുതുമ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കോർഡിംഗ് എന്ന് എഴുതാം. ആസ്പർ എന്ന് എഴുതുമ്പോൾ കുറച്ചും കൂടെ റിലവൻറ്റ് ആയിരിക്കും. അക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ജനറൽ ആയിരിക്കും. അതൊന്നും നോക്കുകയൊന്നുമില്ല, പക്ഷെ എന്നാലും ഒന്ന് നോക്കിയാൽ നിങ്ങൾ എഴുതുമ്പോൾ അക്കോർഡിംഗ് ടു എന്ന് എഴുതിയാൽ കുഴപ്പമൊന്നും ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, അക്കോർഡിംഗ് ടു നമ്മൾ എഴുതുന്നു. അക്കോർഡിംഗ് ടു നമ്മൾ എഴുതിയിട്ട് പ്രൊവിഷൻ എഴുതുന്നു. ആസ് പെർ സെക്ഷൻ അറിയാമെങ്കിലേ എഴുതാവുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്, ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ ഡെഫിനേഷൻ എവിടെ പറഞ്ഞിരിക്കുന്നത്? 2 സബ്സെക്ഷൻ 20. സാറേ എനിക്ക് 20 അറിയില്ല, 2 എന്നറിയാം. കാര്യമില്ല, കാരണം 2 എന്ന് പറയുന്നത് ജനറൽ സെക്ഷൻ ആണ്. നിങ്ങൾക്ക് സബ്സെക്ഷൻ അറിയത്തില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CSR ഒരു ക്വസ്റ്റ്യൻ വന്നു, CSR കമ്മിറ്റിനെ കുറിച്ച് സബ്സെക്ഷൻസ് അറിയില്ല, ദെൻ യു ക്യാൻ റൈറ്റ് 135. കാരണം അവിടെ 135 ഇമ്പോർട്ടൻറ്റ്. അതൊരു കോമൺ സെക്ഷൻ അല്ല, ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? അപ്പോൾ സെക്ഷൻസ് എഴുതുക. അതിനുശേഷം എന്താണ് പ്രൊവിഷൻ? ഇവിടെയാണ് വാട്ട് ദേ ആർ ആസ്കിങ്. ഈ പ്രൊവിഷൻ എന്താണെന്ന് എഴുതണമെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ പോയിന്റ് ആയ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കണം. ഇല്ലേ നമ്മൾ എന്തെഴുതും? ഈ പറഞ്ഞ എല്ലാ 1% എല്ലാം നമ്മൾ എഴുതും. നോ, എന്താണ് വേണ്ടത് അത് മാത്രം എഴുതുക. മാർക്കിന്റെ അനുസരിച്ച് എഴുതല്ലേ, ക്വസ്റ്റ്യന്റെ അനുസരിച്ച് എഴുതുക. സെക്ഷൻ രണ്ടാമത്തെ എന്താണ്? ഇവിടെ മെജോറിറ്റി സ്റ്റുഡൻസ് തെറ്റിദ്ധരിക്കും ഫാക്സിനെ സാർ കഥ അതേപോലെ എഴുതി വെക്കുന്നു. എന്നാൽ പിന്നെ അവർക്ക് ചുമ്മാ ഒരു മാർക്ക് തരുമോ? കഥ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്താൽ? അങ്ങനെ ഉണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 2 മാർക്കാണ് ഫാക്സ് എങ്കിൽ 40 മാർക്ക് അവിടെ തന്നെ കിട്ടിയില്ലേ? അങ്ങനെ കിട്ടില്ല. ഫാക്ട്സ് ഇറ്റ് ഈസ് സമ്മറി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇല്ലേ, ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പോൾ 1% കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കഥ എവിടെ വരുന്നോ ആ പോർഷൻ മാത്രം കട്ട് ചെയ്ത് എഴുതുക. അല്ലാതെ എന്തായാലും കഥ എഴുതിയത് 2 പേരുണ്ടായിരുന്നു, എയും ബിയും നടന്നു പോവുകയായിരുന്നു. നോ, നടന്നു പോവുകയായിരുന്നു വേണ്ട. എയും ബിനെ പോലീസ് പിടിച്ചു, അത്രേ ഉള്ളൂ. അല്ല ബൈക്കിന് പോയി എയും ബിനെ പോലീസ് പിടിച്ചു, പോലീസ് ഒന്ന് തരണമെന്ന് പറഞ്ഞു. ഇതാണ് കഥ. സമ്മറൈസ്, പ്രിസൈസ് ഇറ്റ്. ഒരിക്കലും നമ്മൾ ലെങ്തി ആയിട്ട് വലിച്ചു നീട്ടല്ലേ. നെക്സ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് മുന്നോട്ട് നമുക്ക് നോക്കാം. കൺക്ലൂഷൻ ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കൺക്ലൂഷൻ നമ്മുടെ നെക്സ്റ്റ് ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൺക്ലൂഷൻ? ഇവിടെയാണ് നിങ്ങൾ വിലയിരുത്തുന്നവർ. കൺക്ലൂഷനിലാണ് വിലയിരുത്തുന്നത്. കൺക്ലൂഷനും പ്രൊവിഷനുമായിട്ട് കമ്പയർ ചെയ്യും. ഫാക്ട്സിന് അപ്പോൾ ഇറലവൻസ് വരും. ഓക്കെ, നെക്സ്റ്റ് ഇനി ആൻസർ എഴുതുന്ന സമയത്ത് അണ്ടർലൈൻ ദ കീ ടേംസ്. ഇവിടെയും കീ ടേംസ് എല്ലാം അണ്ടർലൈൻ ചെയ്യാവോ സാർ? സെയിം ബ്ലാങ്കിൽ തന്നെ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ പെൻസിൽ അണ്ടർലൈൻ ചെയ്യുക. എനിവേ നിങ്ങൾക്ക് സ്കെയിലൊക്കെ എടുത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഓർത്ത് വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഇനി നിങ്ങൾ എഴുതി തെറ്റിപ്പോയാൽ അണ്ടർലൈൻ എഴുതി തെറ്റിങ്ങനെ തെളിഞ്ഞ് കാണും, അവിടെ നമ്മുടെ മാർക്ക് പോകാനും സാധ്യത കുറവ്. സോ അണ്ടർലൈൻ ദ കീ ടേംസ് എന്ന് പറയുമ്പോൾ ഇഫ് യു നോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ 1 സെക്ഷൻ 1 എമൗണ്ട് 1 ഫോം ദാറ്റ് ഈസ് കോൾഡ് ആസ് കീ ടേംസ്. ഇപ്പോൾ റിട്ടയർ ചെയ്യണം, റിമൂവൽ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ബൈ ഓർഡിനറി റെസൊല്യൂഷൻ ഓർ 100% യുനാനിമസ് കൺസെന്റ്, ദീസ് ആർ ഓൾ കോൾഡ് ആസ് കീ ടേംസ്. സോ ട്രൈ ടു ഐഡന്റിഫൈ ദ കീ ടേംസ്. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഒന്നുമില്ല, പ്രശ്നമില്ല. ഈ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് മാർക്ക് കുറയും, അണ്ടർലൈൻ ചെയ്തില്ലെങ്കിൽ മാർക്ക് കുറയൊന്നുമില്ല.
അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റും. 39 40 ചിലപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ദ ലാസ്റ്റ് വൺ, കൺക്ലൂഷൻ മാറ്റേഴ്സ്. കാരണം നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അവസാനത്തെ ലൈനായിരിക്കും ശരിക്കുള്ള ക്വസ്റ്റ്യൻ. നമുക്കത് സാമ്പിൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. അവസാനം അതായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായിരിക്കും നമ്മുടെ കൺക്ലൂഷന് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ആ പോലീസുകാരൻ്റെ കഥ പറഞ്ഞപ്പോൾ റോബിൻ സാറും ഇയാളും പൈസ തരത്തില്ല എന്ന് പറഞ്ഞു. ആ തരത്തില്ല എന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇപ്പോൾ കൺക്ലൂഷൻ നമ്മൾ എന്ത് പറയും? ഇല്ല, റോബിൻ സാറും അവരും പറഞ്ഞത് തെറ്റാണ്, അതുകൊണ്ട് അവർ 2000 രൂപ പൈസ കൊടുത്തേ പറ്റൂ. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ കഥയുടെ അവസാനത്തെ ലൈൻ അല്ലേ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ സമയമില്ലെങ്കിൽ ട്രൈ ടു ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ലൈൻ, ലാസ്റ്റ് അല്ലെങ്കിൽ ബിഫോർ ലാസ്റ്റ് ലൈൻ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട് അവരെന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എന്താണ് ഒരു ഐഡിയ കിട്ടും. ഇത് ഞാൻ റാൻഡമിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്താണ് കമ്പനീസ് ആക്ടിൽ നിന്നും. ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ മൾട്ടിപ്പിൾ പ്രൊവിഷൻസ് വരുന്നൊരു കോൺസെപ്റ്റ് മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. 1 minute. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് എക്സ് ഇൻ ദ കൺട്രി ഹോൾഡിംഗ് 48 lakhs ഇൻ ദ വൈ ലിമിറ്റഡ് ആൻഡ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഇതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? എവിടെ വരിക? ഇവിടെ നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? സബ്സിഡിയറി കമ്പനി ആൻഡ് ഗവൺമെന്റ് കമ്പനി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി എന്താണ് സബ്സിഡിയറി കമ്പനിയും ഗവൺമെന്റ് കമ്പനിയുടെ സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് കഥ വായിക്കാൻ സമയമില്ലെങ്കിൽ ആദ്യം അവസാനം പോവുക. ഇഷ്ടപ്പെട്ട അറിയാവുന്ന കോൺസെപ്റ്റ് ആണ് മുകളിലേക്ക് പോവുക. ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കാത്തതാണെങ്കിൽ വിട്ടേക്ക്, എന്തിനാ ചുമ്മാ ക്വസ്റ്റ്യൻ വായിച്ച് സമയം കളയുന്നത്. അപ്പോൾ ലാസ്റ്റ് ലൈനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും എന്താണ്? ഗവൺമെന്റ് കമ്പനിയാണോ സബ്സിഡി കമ്പനിയാണോ? ചോദ്യം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ആൻസറിലേക്ക് പോകുന്നു. ഇവിടെ രണ്ട് പ്രൊവിഷൻ ഉണ്ട് അല്ലേ? ഏതൊക്കെയുണ്ട്? ഗവൺമെന്റ് കമ്പനിയുണ്ട്, സബ്സിഡറി കമ്പനിയുണ്ട്. അപ്പോൾ ഇത് ഓർഡർ ആദ്യം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗവൺമെന്റ് കമ്പനിയുടെ പ്രൊവിഷൻ ആദ്യം എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. മാറിപ്പോയാലും പ്രശ്നമൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ 2 പ്രൊവിഷൻ, ദിസ് ഇസ് ദ പ്രൊവിഷൻ. നമ്മൾ എന്ത് എഴുതണം? പ്രൊവിഷൻ എന്ന് ഹെഡിങ് എഴുതണം. അത് നല്ലൊരു സ്ട്രക്ചറാണ്. അണ്ടർലൈൻ ചെയ്യുന്നു, പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ പ്രൊവിഷൻ എഴുതുന്നു. എന്തെഴുതുന്നു? 245 എഴുതുന്നു, 287 എഴുതുന്നു. കഴിഞ്ഞു. ഇനി ഇതാണ് കഥ. ഈ കഥ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. കഥ നമ്മൾ നല്ലപോലെ എഴുതുന്നു. ഇതും ഫുള്ള് കഥയാണ്. ഓക്കെ, ഇതും ഫുള്ള് കഥയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് വർക്കൗട്ട് ഉണ്ട്, വർക്കിംഗ് ഔട്ട്. അതുകൊണ്ട് കഥ അങ്ങനെ വരുന്നു. ഓക്കെ, ഫാക്സ് ഒരെണ്ണേ ഉള്ളൂ. ഫാക്സ് 2 ഉണ്ടാകില്ല. ഫാക്സ് ഒരെണ്ണം ഉണ്ടാവുകയുള്ളൂ, 1 ഫാക്സ്. പക്ഷേ ഇവിടെ എത്ര പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു? നമുക്ക് 2 പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. ഇനി പ്രൊവിഷൻ 1 പ്രൊവിഷൻ 2 എഴുതണ്ട കേട്ടോ. ഒരു ഗ്യാപ്പ് വിട്ടാൽ മതി. ഈ ഒരു ഗ്യാപ്പ് കണ്ടോ? ഈ ഒരു ഗ്യാപ്പ് വിട്ടാൽ മതി. നിങ്ങളവിടെ 1 or 2 നിങ്ങൾ ലൈൻ വിട്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ ഏതായിരുന്നു? ആണോ അല്ലയോ എന്ന് ചോദിച്ചത്. നമ്മുടെ രീതിയിൽ എന്താണ്? സബ്സിഡിയറി ആണ്, പക്ഷേ ഗവൺമെന്റ് കമ്പനി അല്ല. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? സബ്സിഡിയറി ആണോ? യെസ്, ഇറ്റ് ഈസ് എ സബ്സിഡിയറി. സെക്കൻഡ് ചോദ്യം എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് നോട്ട് എ ഗവൺമെന്റ് കമ്പനി. അങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. അപ്പോൾ 2 കൺക്ലൂഷൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും എഴുതിയിട്ട് നിങ്ങൾ പറയുകയാണ് ഇത് ഗവൺമെന്റ് കമ്പനിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കഥ എഴുതിയാൽ ഒരു മാർക്ക് തരുമോ? ഇല്ല. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളുടെ പ്രൊവിഷനും കൺക്ലൂഷനും തമ്മിൽ എപ്പോഴും ഒരു ബന്ധമുണ്ട്. അപ്പോൾ ആ കൺക്ലൂഷനും ക്വസ്റ്റ്യനും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങൾക്ക് കൺക്ലൂഷൻ വേറൊരു രീതിയിൽ എഴുതാം. ഇങ്ങനൊരു ഷെയർ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് therefore the company is holding this much of shares, that's why it is considered as a subsidiary company, and this company is not holding that much of shares, so it is not considered as a government company. So like that you have to write. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു. സാർ ഇത് ഡയറക്റ്റ് ആണോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വായിക്കുന്നൊന്നുമില്ല. നെക്സ്റ്റ് സിമ്പിൾ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് വായിക്കാം. It is a company registered. Identify the question ഇതാണ്. Identify the category of the company and explain the category of the company. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് കമ്പനിയാണ്. ഇറ്റ്സ് എ ഡോർമെന്റ് കമ്പനിയെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ? അവസാനത്തെ ലൈനിലേക്ക് പോവാ. ഐഡന്റിഫൈ വിച്ച് കാറ്റഗറി. കാറ്റഗറി ഈസ് MTP, ഡോർമെന്റ് കമ്പനിയാണ്. സോ റൈറ്റ് അബൌട്ട് ദ ഡോർമെന്റ് കമ്പനി. ഇപ്പോൾ ഇവർ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിലും എക്സ്പ്ലെയിൻ ദ ഡെഫിനേഷൻ കാറ്റഗറി ഓഫ് കമ്പനി ഇൻ ഡീറ്റെയിൽ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെന്ന് വെച്ചോ, ചോദിച്ചില്ലെങ്കിലും നമ്മൾ ഇത് എഴുതും, ചോദിച്ചാലും നമ്മൾ എഴുതും. അതുകൊണ്ട് തന്നെ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻഡയറക്റ്റ് അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതുന്നു? പ്രൊവിഷൻ നമ്മൾ എഴുതുന്നു. അതിനുശേഷം ഫാക്സ് നോക്കിക്കുകയും എല്ലാ കഥ എഴുതി. ഇവിടെ ചെറിയൊരു കഥ മാത്രമാണ്. ഓക്കെ, ഇത് ഫാക്സ്. ഓക്കെ, ആൻഡ് ദിസ് വൺ ഈസ് എ കൺക്ലൂഷൻ. സോ ഇറ്റ് ഈസ് എ ട്രീറ്റഡ് ആസ് ഇൻആക്റ്റീവ് കമ്പനി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐഡന്റിഫൈ ദ കാറ്റഗറി ഓഫ് കമ്പനി. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. കൺക്ലൂഷൻ ആ ലാസ്റ്റ് ലൈൻ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും CA ഇന്റർ എക്സാമിനേഷൻ ആദ്യമായിട്ട് എഴുതുന്നവരും റിപ്പീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ്. നമുക്ക് ഡെയിലി എന്താണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഹെൽപ്പിന് വേണ്ടി നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് CA ഇന്ററിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് മെയിലേക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് ഫുൾ ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്തിട്ട് ഫുള്ളായിട്ട് A to Z ലൈൻ ബൈ ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തും MCQയും ഡയറക്റ്റ് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരുമെന്ന് പഠിക്കുമ്പോഴേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.